ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ ഷാനവാസും ഷാനിഷ് കോംബോ പിരിഞ്ഞോ, അവരുടെ സൗഹൃദം പൊളിഞ്ഞോ എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഞാനും പ്രതീക്ഷിച്ചു ഇവർ തമ്മിലൊന്ന് അടികൂടി, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കളിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കോംബോ പിടിച്ചു പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യങ്ങളൊന്നുമില്ല. മുമ്പ് കാണിച്ചതുപോലെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ നിൽക്കുന്നതിൽ കുഴപ്പമില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ഗെയിം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്ത് എല്ലാ ഗെയിമിലും സപ്പോർട്ട് ചെയ്തൊക്കെ കളിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മൊത്തത്തിൽ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഈ ഒരു കോംബോയും രണ്ട് ആൾക്കാരെയും അല്ലെങ്കിൽ രണ്ട് കണ്ടസ്റ്റൻസിനെയും. അപ്പം രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു വീക്ക് കണ്ടസ്റ്റന്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും തമ്മിലുള്ള സൗഹൃദമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ സപ്പോർട്ടുള്ള രണ്ടുപേര് ഒരു കോംബോ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ വോട്ടിങ്ങിൽ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കാനും അത് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരെ അഫക്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. സോ സെപ്പറേറ്റ് ആയി നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്നാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെയൊക്കെ പറഞ്ഞു തീർത്തു. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അനീഷിനും ഷാനവാസിനും ഇവർക്കൊക്കെ ആ ഒരു കഥ പറച്ചിൽ മത്സരത്തിൽ ജിത്തു ജോസഫ് ഒക്കെ പുറത്തുനിന്ന് വന്നപ്പോൾ കൊടുത്ത ആ ഒരു കോയിനുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ആദിലെയൊക്കെ അടിച്ചു മാറ്റി വെച്ചിരുന്നു. അത് പിന്നീട് അത് ഷാനവാസ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു എന്താ പറയുന്ന കച്ചറയാണ്. അത് വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നും അല്ല. ഒന്നര ദിവസം ഇവര് തമാശ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന് ലാസ്റ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അനീഷിനും ദേഷ്യം വന്ന് നമ്മുടെ കൺഫ്യൂഷൻ റൂമിന് മുന്നിലുള്ള ക്യാമറയിലൊക്കെ നോക്കി ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് പറയാനും ഒരു ഫേക്ക് കോയിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഷാനവാസ് അതിന് മുന്നിൽ തടസ്സമായിട്ട് നിന്നതും എല്ലാം ചേർത്ത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു അടിയും പിടിയും ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. വെറും കുട്ടിക്കളി എന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നലെ മുതൽ അവര് ഉടക്കി മിണ്ടാതെയൊക്കെ നടക്കുകയായിരുന്നു. രാവിലെ അത് കിച്ചണിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് എന്താണ് നടന്നതെന്നും ആരാണ് എടുത്തതെന്നും എന്തിനാണ് ആ ഷാനവാസ് അത് വാങ്ങി വെച്ചതെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെയൊക്കെ ആ കോയിൻ തിരിച്ചു കൊടുത്ത് സംഭവങ്ങളൊക്കെ ഒതുങ്ങി തീർത്തു. അനീഷിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അനീഷും ആ കോയിനുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടിയ ഒരു സംഭവമാണെന്ന് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാതെ രണ്ടുപേരും വീണ്ടും ആ ഒരു കോംബോയിലേക്ക് തന്നെ വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറച്ച് മാറി നടക്കുന്നതായിരുന്നു കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു കോംബോയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണോ, അല്ലെങ്കിൽ അനീഷും ഷാനവാസും സെപ്പറേറ്റ് ആയിട്ട് നിന്ന് രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ പോലെ ഗെയിം കളിക്കുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം പിണങ്ങി അല്ലെങ്കിൽ അവരുടെ കോംബോ നശിച്ചു എന്ന് കരുതുന്നവർക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞു, ഷാനിഷ് കോംബോ എന്തായി എന്നൊക്കെ ചോദിക്കുന്നവർക്ക് എന്താണെങ്കിലും നിരാശയാണ്. രണ്ടുപേരും കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു കുട്ടിക്കളിയായി തന്നെ എടുത്ത് തമാശ രൂപേണ അവർ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ പോലും അധികം അവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അധികം ഫേവറിസം കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരിച്ച് പോയിട്ട് പ്രേക്ഷകരെ കൂടെ വെറുപ്പിക്കുന്ന രീതിയിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ കളിക്കട്ടെ. അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ വേണം. കണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് ഒരു നല്ലതായിട്ട് തോന്നും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുകൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു കോംബോ. ബട്ട് ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ളിലേക്ക് പോയി ഗെയിം നശിച്ചു കഴിയുമ്പോൾ ആ ഒരു കോംബോ വർക്കൗട്ടായി എന്ന് വരത്തില്ല. പ്രേക്ഷകരും വെറുത്തു തുടങ്ങും. സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.